ഹലോ ഫ്രണ്ട്സ്, ഹെദർ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദം റെഡിയല്ല, പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. തോടനൊക്കെ ചെറുതായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സൗണ്ട് ഞാൻ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു ക്ലിയർ ആവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. 4 കോംബോകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. അഗ്ലോണിമയുടെ കോംബോയുടെ റേറ്റ് വന്നിട്ട് 500 ആണ് കേട്ടോ കോംബോയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓരോ കോംബോയിലെ പ്ലാൻസായി ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. അത് കളർ കയറി വരണുള്ളൂ, വാലന്റൈൻ ഒന്നുമല്ല, ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് നമ്മുടെ ജയ്പോങ് ഇല്ലേ, ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റാണ്. ലീഫുകളൊക്കെ ഉണ്ട് കേട്ടോ, അടിയിൽ ഇങ്ങനെ ലീഫുകളുണ്ട്. ഇത് ന്യൂ ലീഫ് വിരിഞ്ഞതാണ് അപ്പോൾ ജയ്പോങ് റെഡിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് നമ്മുടെ റെഡ് ഏഞ്ചലിൻ്റെ 2 ഷൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ കോംബോ വരുന്നത്. കോംബോയുടെ റേറ്റ് വന്നിട്ട് 500 ആണ്. CC സെപ്പറേറ്റ് ആണ് കേട്ടോ. പിന്നെ തുടക്കം തന്നെ ഞാൻ പറയുകയാണ്, കൊറിയർ നമുക്കിനി മൺഡേ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കേസ് എനിക്ക് അയക്കാനായിട്ടിപ്പോൾ ഹെൽത്ത് അത്രയും ഓക്കെ അല്ല. പിന്നെ വണ്ടി റെഡിയല്ല, എൻ്റെ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് നാളെ കമ്പനിക്കാർ വന്ന് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പാക്കിങ്ങൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ കോംബോ വന്നിട്ട്. എന്തെങ്കിലും ബൈ ചാൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വ്യാഴാഴ്ച അയക്കും, അല്ലെങ്കിലാണ് മൺഡേ കേട്ടോ ഫസ്റ്റത്തെ കോംബോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ മിക്സ് വരുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ഐഡിയയിൽ വരുന്നുള്ളൂ. അപ്പോൾ പ്ലാന്റ്സിലൊക്കെ നമുക്ക് പലതും മിക്സ് ഇപ്പോൾ ഒരുപോലെ തന്നെ പല വെറൈറ്റികളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് നമ്മുടെ പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളത് റെഡ് വൈൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കോംബോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് കോംബോ വന്നിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ തേർഡ് കോംബോ, എല്ലാ കോംബോയ്ക്കും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വരുന്നത് ലക്കി സ്റ്റാറിൻ്റെ വലിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ലക്കി സ്റ്റാറിൻ്റെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഗ്രീൻ ലിസാഡ് ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കുഞ്ഞിപ്പോട്ടായിരുന്നു, ഞാൻ ഇപ്പോൾ വലുതിൽ വെച്ചപ്പോൾ ഇത്തിരി വലുതായി കേട്ടോ ഗ്രീൻ ലിസാഡ് പ്ലാന്റ്. ഇത് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആ ഒരു പ്ലാന്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഡയമണ്ടിൻ്റെ തന്നെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഫോർത്ത് കോംബോ, ലാസ്റ്റ് കോംബോ ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്, ഒരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിയിൽ നിന്ന്. ഇതാണ് റെഡ് ഏഞ്ചലിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ സൂപ്പർ വൈറ്റ് ഇല്ലേ, സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. അടിയിൽ ലീഫുകളുണ്ട്, കാണാണ്ടാണത്. കണ്ട സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ, കണ്ടില്ലേ. ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ. അപ്പോൾ മൊത്തം നമുക്കിന്ന് 4 കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം ഞാൻ കുറേയിലൊക്കെ റെഡ് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കോംബോയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒക്കെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ ലക്കി സ്റ്റാർ മാത്രമേ നല്ല വലിപ്പമുള്ളതുള്ളൂ, ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. CC വരുന്നത് സെപ്പറേറ്റ് ആണ്. കൊറിയർ നമുക്ക് മൺഡേ ആണുള്ളത്. ബൈ ചാൻസ് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്യാഴാഴ്ച തന്നെ വെൻസ്ഡേ ഒക്കെ ആയിട്ട് ഞാൻ അയക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ മൺഡേ ആണ്. അപ്പോൾ ഓർഡർ തരുന്നവർ മാക്സിമം അത് നോക്കിയിട്ട് ഓർഡർ തരാം. പിന്നെ ഇതിൽ മിക്ക കോംബോയും നമുക്ക് എക്സ്ട്രാ എടുക്കാനായിട്ട് ഉണ്ടാവില്ല. കാരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, പ്ലാൻസ് ഉണ്ട് നമുക്ക് എക്സ്ട്രാ. പക്ഷേ ഇതിൽ കാണിക്കുന്ന സൈസ് തന്നെ ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ റേറ്റിലൊക്കെ ചേഞ്ചുകൾ വരുന്ന കാരണം, അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുള്ള കാരണം ഞാൻ പറഞ്ഞതാണ്. സിംഗിൾ പ്ലാന്റ്സ് തരണമെങ്കിൽ സിംഗിൾ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് സിംഗിൾ തരാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മിക്ക ആൾക്കാരും കോംബോ ഇടുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്,
ഇപ്പോൾ ഇത്ര പ്ലാന്റ് നമ്മൾ വെച്ചാൽ ഇഷ്ടമുള്ള പ്ലാന്റ് അവർ സെലക്ട് ചെയ്ത് തന്നിട്ട് അത് കോംബോ ആക്കി തരുമെന്ന് ചോദിക്കും. അങ്ങനെ ആക്കി തരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റേറ്റിൽ ചേഞ്ച് വരും. കാരണം നമ്മളൊരു കോംബോ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 500 രൂപയ്ക്ക് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ ഇതിലെല്ലാ പ്ലാന്റ്സിനും സെയിം റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ റെഡ് വൈൻ്റെ റേറ്റ് ആയിരിക്കില്ല വേറൊരു പ്ലാന്റിന് ഇപ്പോൾ ഇതിന് വരുന്നത്. അതുപോലെ ജയ്പോങ്ങിന് വേറെ റേറ്റ്. അങ്ങനെ ഓരോ പ്ലാന്റിനും റേറ്റിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓഫറിലുള്ള പ്ലാൻസുകൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വാച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാം കേട്ടോ.